വെൽക്കം ടു ഗ്രാഡ് മെന്റർ. അപ്പോൾ നമ്മൾ കാത്തിരുന്ന CUET UG 2024ന്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. +2 ശേഷം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻ ആഗ്രഹിക്കുന്നവർക്കുള്ള എൻട്രൻസ് ആണ് എന്ത് CUET അഥവാ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിനെ എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യണം. ഇനി ഇതെങ്ങനെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET UG 2024ന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. നോക്ക്, ഈ കാണുന്നതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിരിക്കും. ഇവിടെ നമുക്കറിയാം, നോക്ക്, CUET UG 2024 ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ ഓർ ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. 3 സ്റ്റെപ്സ് വഴിയാണ് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് അപ്ലൈ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ. നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യും. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് എക്സാമിനേഷൻ ഫീ പേയ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ ന്യൂ കാൻഡിഡേറ്റ് ആണ്. ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്നുണ്ടാവും. എല്ലാവരും നിർബന്ധമായിട്ടും ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്ത് അത് നന്നായിട്ട് വായിച്ചിരിക്കണം. വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകാൻ. നോക്ക്, ഫീയുടെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജനറൽ അൺറിസർവ്ഡ് കാറ്റഗറിക്കാണെങ്കിൽ 1000 rupees ആണ് ഫസ്റ്റ് 3 സബ്ജക്റ്റിന് വേണ്ടത്. ഫർദർ സബ്ജക്റ്റിന് 400 ഈച്ച് ആണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വർഷം വന്ന ഒരു വലിയ ചേഞ്ച് ആണ് എന്ത്, നമുക്ക് മാക്സിമം 6 സബ്ജക്ട്സ് മാത്രമേ ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 സബ്ജക്ട്സിന് ജനറൽ കാറ്റഗറിക്ക് 1000 rupees ആണ് ഫീസ് എന്ന് പറയുന്നത്, ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചൂസ് ചെയ്യുന്ന ഓരോ സബ്ജക്റ്റിനും 400 rupees വീതമാണ് പേ ചെയ്യേണ്ടത്. അതുപോലെ OBC NCL അല്ലെങ്കിൽ EWS കാറ്റഗറിക്ക് 900 rupees ആണ് ഫസ്റ്റ് 3 സബ്ജക്റ്റിന് വേണ്ടത്. 375 ഈച്ച് ആണ് ഫോർ ഈച്ച് അഡീഷണൽ സബ്ജക്ട്. SC ST PWD ഓർ തേർഡ് ജെൻഡർ കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് 800 rupees ആണ് ഫസ്റ്റ് 3 സബ്ജക്റ്റിന് പേയ്മെന്റ് ചെയ്യേണ്ടത്. ദെൻ 350 ഫോർ ഈച്ച് അഡീഷണൽ സബ്ജക്ട്. ഇനി സെന്റേഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ 4500 ആണ് ഫസ്റ്റ് 3 സബ്ജക്റ്റിന് പേ ചെയ്യേണ്ടത്. ആൻഡ് ഫോർ ഈച്ച് അഡീഷണൽ സബ്ജക്ട് 1800 ഈച്ച്. ദെൻ ആ പേജ് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് താഴെ ഇവിടെ ഒരു ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യണം. I have downloaded the information bulletin of CUET UG 2024. Read and understood all the instructions therein as well as those mentioned above and fill up the online application form for CUET UG 2024 accordingly എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ലോഗിൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഫോർ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം എന്നൊരു പേജ് ഓപ്പൺ ആയിരിക്കും. അവിടെ നമുക്ക് കാൻഡിഡേറ്റിന്റെ ഐഡന്റിറ്റി പ്രൂഫ് സെലക്ട് ചെയ്യണം. ഇവിടെ ആധാർ നമ്പർ ഉണ്ട്, ഡിജി ലോക്കർ ഇല്ല എങ്കിൽ ഡിജി ലോക്കർ എടുത്തിട്ട് എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത്. ദെൻ ABC ID ഉണ്ടെങ്കിൽ അങ്ങനെ, ABC ID ഇല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെ ലോഗിൻ ചെയ്യും, ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ എങ്ങനെ, പാൻ കാർഡ് ഉണ്ടെങ്കിൽ അത്, ദെൻ ഇനി അങ്ങനെയല്ല നോൺ ഇന്ത്യൻ പാസ്പോർട്ട് ആണെങ്കിൽ അത് യൂസ് ചെയ്ത് എങ്ങനെ ലോഗിൻ ചെയ്യും. എനിക്ക് തോന്നുന്നു ആധാർ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കൺവീനിയന്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ പാസ്പോർട്ട് വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. ആധാർ ചൂസ് ചെയ്ത് കൊടുക്കുക, അവിടെ നമ്പർ കൊടുക്കുക. അപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP വെരിഫൈ ചെയ്യുക. ദെൻ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ്, ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. അവിടെ നമ്മുടെ ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കും. ഇവിടെ ഇപ്പോൾ പാസ്പോർട്ട് നമ്പർ ആണ്, നിങ്ങളുടെ ആധാർ ആണെങ്കിൽ ആധാർ നമ്പർ വരും. അത് കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ്. ഇനി പേഴ്സണൽ ഡീറ്റെയിൽസിൽ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് കാൻഡിഡേറ്റ്സ് നെയിം. അത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ദെൻ ജെൻഡർ, നാഷണാലിറ്റി, ഐഡന്റിറ്റി ടൈപ്പ്. ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് എക്സെപ്റ്റ് ആധാർ നമ്പർ. ആധാർ നമ്പർ യൂസ് ചെയ്യാൻ പറ്റില്ല. എനി അതർ വാലിഡ് ഗവൺമെന്റ് ഐഡന്റിറ്റി വിത്ത് ഫോട്ടോഗ്രാഫ്. അവിടെ എന്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം? ബാങ്ക് പാസ്ബുക്ക് വിത്ത് ഫോട്ടോഗ്രാഫ് യൂസ് ചെയ്യാം. ക്ലാസ് 12th അഡ്മിറ്റ് കാർഡ്, അതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കൺവീനിയന്റ് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഇലക്ഷൻ ID കാർഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പാൻ കാർഡ്, പാസ്പോർട്ട്, റേഷൻ കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫ്, ഇത്രയും ഡോക്യുമെന്റ്സ് നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ
അതിലുള്ള ഐഡന്റിഫിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊടുക്കേണ്ടത് പ്രസന്റ് അഡ്രസ് ആണ്. അവിടെ നിങ്ങളുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇമെയിൽ അഡ്രസ്സും ഒരു മൊബൈൽ നമ്പറും, ഈ രണ്ട് ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും എപ്പോഴും ലൈവ് ആക്കി വെക്കണം. കാരണം OTP അതുപോലുള്ള ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇനി ഇമെയിൽ വഴിയും ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ വഴിയും ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ പെർമനന്റ് അഡ്രസ്സ്, അത് പ്രസന്റ് അഡ്രസ്സിന് സെയിം ആണെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പാസ്വേഡ് ചൂസ് ചെയ്യണം. പാസ്വേഡ് സെലക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണ്, 8 to 13 ക്യാരക്ടേഴ്സ് മസ്റ്റ് ആണ്. അതുപോലെ അറ്റ്ലീസ്റ്റ് 1 അപ്പർ കേസ് ആൽഫബറ്റ് ഉണ്ടായിരിക്കണം, അറ്റ്ലീസ്റ്റ് 1 ലോവർ കേസ് ആൽഫബറ്റ് ഉണ്ടായിരിക്കണം, അറ്റ്ലീസ്റ്റ് 1 നമ്പർ ഉണ്ടായിരിക്കണം, ദെൻ അറ്റ്ലീസ്റ്റ് 1 സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു പാസ്വേഡ്, സ്ട്രോങ് പാസ്വേഡ് ചൂസ് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക. ദെൻ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുക്കണം കേട്ടോ. അതിവിടെ നമുക്ക് ഡ്രോപ്പ് ഔട്ട് ഉണ്ട്, അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്തതെന്ന് എപ്പോഴും ഓർത്തിരിക്കണം. ദെൻ ഡിസ്ട്രിക്റ്റ് പിൻകോഡ് കൊടുക്കുക. പാസ്വേഡ് ചൂസ് ചെയ്തത് ഒന്നുകൂടെ വെരിഫൈ ചെയ്യുക. അത് കഴിയുമ്പോൾ നമുക്കൊരു സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്യേണ്ടി വരും. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ദാ ഇവിടെ സബ്മിറ്റ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇത് നമ്മുടെ റിവ്യൂ പേജ് ആണ്. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടി ചെക്ക് ചെയ്യുക. ദ കാൻഡിഡേറ്റ് നെയിം, ഫാദർ നെയിം, മദർ നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്, അഡ്രസ്, ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ദെൻ ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ഒന്നും ഇല്ലെങ്കിൽ സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ കൊടുത്ത ഇമെയിലിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, വെരിഫൈ ചെയ്യുക. ഇത്രയാവുമ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് രജിസ്ട്രേഷൻ കഴിഞ്ഞു, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ കിട്ടി. ഇനി നമുക്കിവിടെ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പേജ് വരും. ഇത്രയും കാര്യങ്ങളാണ് ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്യാനുള്ളത്. കോൺടാക്ട് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, അതർ ക്വാട്ട കാറ്റഗറി, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ, യൂണിവേഴ്സിറ്റി പ്രോഗ്രാം, ടെസ്റ്റ് ഓർ പേപ്പർ സബ്ജക്ട് സെലക്ഷൻ, എക്സാം സെന്റർ ഡീറ്റെയിൽ, അപ്ലോഡ് ഡോക്യുമെന്റ്, ദെൻ ഫൈനൽ സബ്മിറ്റ്. അപ്പോൾ നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത്. ദെൻ ഇവിടെ പെർമനന്റ് അഡ്രസ്സ് സെയിം ആസ് പ്രസന്റ് അഡ്രസ്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആണെങ്കിൽ. ദെൻ അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ്, അവിടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ ഐഡന്റിറ്റി ടൈപ്പ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, എനി അതർ വാലിഡ് ഗവൺമെന്റ് ഐഡന്റിറ്റി വിത്ത് ഫോട്ടോഗ്രാഫ് എക്സെപ്റ്റ് ആധാർ നമ്പർ. ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക. ആനുവൽ ഇൻകം ഓഫ് പാരന്റ്, ഈ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഐ എഗ്രി കൊടുക്കുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് അതർ ക്വാട്ട കാറ്റഗറി, നിങ്ങൾ ഏതെങ്കിലും റിസർവേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള പേജാണിത്. ഇവിടെ നോക്കുക, BPLകാർക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡു യു ബിലോങ് ടു ബിലോ പോവർട്ടി ലൈൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ വാർഡ് ഓഫ് ഡിഫൻസ് പേഴ്സണൽ ഓർ എക്സ് സർവീസ്മെൻ, ക്ലെയിം ഫോർ സ്പോർട്സ് ക്വാട്ട, ആർ യു എ വാർഡ് ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയി, ഇത്രയും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഓപ്റ്റ് ചെയ്യുക. അതിനുശേഷം ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ഇവിടെ നിങ്ങളുടെ 10th ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കണം. ഏതാണ് ബോർഡ്, യൂണിവേഴ്സിറ്റി നെയിം, CBSE ആണെങ്കിൽ അങ്ങനെ, സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. റിസൾട്ട് മോഡ്, സ്കൂൾ, കോളേജ്, മാക്സിമം നിങ്ങളുടെ മാർക്ക്, എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ 12th ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ഇവിടെ പാസ്ഡ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ അപ്പിയറിംഗ് ആണ്, അപ്പോൾ അത് ചൂസ് ചെയ്ത് കൊടുക്കുക. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ദെൻ ഇവിടെ ഡിക്ലറേഷൻ വായിക്കുക, ഐ എഗ്രി കൊടുക്കുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് പേജ് ആണ് യൂണിവേഴ്സിറ്റി ഓർ പ്രോഗ്രാം സെലക്ഷൻ. ഇവിടെയാണ് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ്, ഏത് കോഴ്സാണ് അല്ലെങ്കിൽ ഏത് പ്രോഗ്രാമാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെന്നുള്ളത് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സെലക്ട് യൂണിവേഴ്സിറ്റി നെയിം, ദെൻ പ്രോഗ്രാം നെയിം. ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര യൂണിവേഴ്സിറ്റി വേണോ ആഡ് ചെയ്യാം. അപ്പോഴേക്കും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി, പ്രോഗ്രാം നെയിം, അതിൽ ഏതൊക്കെ സബ്ജക്റ്റാണ് CUETക്ക് അപ്പിയർ ചെയ്യേണ്ടതെന്ന് ഇവിടെ വിസിബിൾ ആയിരിക്കും. അവിടെ തന്നെ നിങ്ങൾക്ക് എലിജിബിലിറ്റി നോക്കാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത്, 6 സബ്ജക്ട്സ് മാത്രമേ, മാക്സിമം 6 സബ്ജക്ട്സ് ഇൻക്ലൂഡിങ് ലാംഗ്വേജ് ആൻഡ് സെക്ഷൻ 3. നമുക്ക് ഈ വർഷം മുതൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് 6 സബ്ജക്ട്സ് ആണ്. അതുകൂടി ശ്രദ്ധിച്ച് വേണം നമ്മൾ യൂണിവേഴ്സിറ്റിയും പ്രോഗ്രാമും സെലക്ട് ചെയ്യാൻ. ഓക്കെ, അത് കഴിയുമ്പോൾ പിന്നെയും ഡിക്ലറേഷൻ, സേവ് ആൻഡ് നെക്സ്റ്റ് ടെസ്റ്റ് പേപ്പർ സെലക്ഷൻ അല്ലെങ്കിൽ സബ്ജക്ട് സെലക്ഷൻ. ഇവിടെ നമ്മുടെ 6 സബ്ജക്ട്സും, നിങ്ങൾ എത്ര സബ്ജക്റ്റ് ആണോ ചൂസ് ചെയ്തത് അത്രയും സബ്ജക്ട്സും ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ മീഡിയം ഓഫ് ടെസ്റ്റ് പേപ്പർ അതും സെലക്ട് ചെയ്യാം. ഡിക്ലറേഷൻ, അതുപോലെ സേവ് ആൻഡ് നെക്സ്റ്റ്.
അത് കഴിയുമ്പോൾ നമുക്ക് എക്സാം സെന്റർ ഡീറ്റെയിൽസ് വരും. അവിടെ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ഉണ്ട്, OMR ഉണ്ട്. ഈ വർഷം മുതലുള്ള മറ്റൊരു മേജർ ചേഞ്ച് ആണ് എന്ത്, ഹൈബ്രിഡ് മോഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനുള്ള എക്സാം സെന്ററും നമ്മൾ ചൂസ് ചെയ്യണം, അതുപോലെ OMR എക്സാമിനുള്ള എക്സാം സെന്ററും ചൂസ് ചെയ്യണം. ഇനി എങ്ങനെയാണ് അവർ നടത്തുന്നത് എന്നുള്ളത് കംപ്ലീറ്റ് രജിസ്ട്രേഷനും കഴിഞ്ഞ് കുട്ടികളുടെ നമ്പർ നോക്കിയിട്ടായിരിക്കും ചൂസ് ചെയ്യുക. ദെൻ ഐ അഗ്രി കൊടുക്കുക, സേവ് ആൻഡ് നെക്സ്റ്റ്. അടുത്തത് ഡോക്യുമെന്റ് അപ്ലോഡ് പേജ് ആണ്. ഇവിടെ നമ്മുടെ റിക്വയർഡ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാം. അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഫോട്ടോ, സിഗ്നേച്ചർ. ഇനി BPL സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, കശ്മീരി മൈഗ്രന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, ദെൻ വാർഡ് ഓഫ് ഡിഫൻസ് പേഴ്സണൽ ഓർ എക്സ് സർവീസ്മെൻ ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യാം. അതിന്റെ സ്പെസിഫിക്കേഷൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ഫോട്ടോ JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലായിരിക്കണം. മിനിമം സൈസ് 10 KB, മാക്സിമം സൈസ് 200 KB എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ ഡോക്യുമെന്റിന്റെയും ഡോക്യുമെന്റ് സ്പെസിഫിക്കേഷൻ ഇവിടെ തന്നെ ഉണ്ട്. ദെൻ അപ്ലോഡ് ചെയ്യുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് റീചെക്ക് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു റിവ്യൂ പേജ് വരും. മൈ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദർ നെയിം, മദർ നെയിം, ജെൻഡർ, അഡ്രസ്, മൊബൈൽ, ഇമെയിൽ ID, സെൻറ്റർ സിറ്റി, കോഴ്സ്, സബ്ജക്റ്റ്. ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഐ അഗ്രി കൊടുക്കുക, ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ മൊബൈൽ വെരിഫിക്കേഷൻ പേജ് ഓപ്പൺ ആവും. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്യുക, സെൻഡ് OTP കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക, സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്യുക, വെരിഫൈ OTP കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് പേയ്മെൻ്റ് ആണ്. നോക്ക്, അപ്പോൾ പേയ്മെന്റ് ഓപ്ഷൻ വരുമ്പോൾ തന്നെ നമ്മുടെ നെയിം, ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ നമ്മൾ സെലക്ട് ചെയ്ത സബ്ജക്റ്റ് അനുസരിച്ച് എത്ര രൂപയാണ് പേയ്മെന്റ് ചെയ്യേണ്ടതെന്നും കൂടി ഇവിടെ വരും. അതനുസരിച്ച് നമുക്ക് പേയ്മെന്റ് ചെയ്യാം. പേയ്മെന്റ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റെമിറ്റൻസ് ഇൻഫർമേഷൻ ഫോം കിട്ടും. അത് കഴിയുമ്പോൾ പേയ്മെന്റ് സക്സസ്ഫുൾ ആണെന്നുള്ള ഇൻഫർമേഷനും കിട്ടും. ദെൻ ഫീ പേയ്മെന്റും കഴിഞ്ഞു. നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫോം എന്നൊരു ഐക്കൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിന്റെ ഒരു കോപ്പി നമ്മുടെ ഫർദർ യൂസിനായിട്ട് സേവ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ CUET UG 2024ന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. എല്ലാവരും റിക്വയർഡ് ഡോക്യുമെന്റ്സ് ഒക്കെ കയ്യിൽ കരുതി വളരെ കെയർഫുൾ ആയിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ടോ ഫർദർ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഡ് മെന്ററിന്റെ സപ്പോർട്ട് തേടാവുന്നതാണ്. മാത്രമല്ല, നിങ്ങളിപ്പോൾ ബോർഡ് എക്സാമിന് വേണ്ടി തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ബോർഡ് എക്സാം കഴിഞ്ഞ് CUET പ്രിപ്പറേഷന് വേണ്ടി ഇരിക്കുന്നവർക്ക് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് ക്രാഷ് കോഴ്സ് ഞങ്ങൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് സബ്ജക്ട് നോളജ് ഉണ്ട്, ഒരു പ്രാക്ടീസ് ആണ് വേണ്ടതെങ്കിൽ ഓരോ സബ്ജക്റ്റിനും 10 മോക്ക് ടെസ്റ്റ് വീതമുള്ള ഒരു ടെസ്റ്റ് സീരീസ് ഞങ്ങൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ CUET റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സിനുമായിട്ട് ഗ്രാഡ് മെന്റർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഹാപ്പി ലേണിംഗ്.